ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. പ്രിയവനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ ആരാധനയ്ക്കായി കടന്നു വന്നിരിക്കുന്നല്ലോ. വായിച്ച സങ്കീർത്തനത്തിനായി സ്തോത്രം. കർത്താവിന്റെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങൾക്ക് വേണ്ട ദൂതുകളും ആലോചനയോടും ദൈവിക നടത്തിപ്പും കർത്താവ് ഞങ്ങൾക്ക് നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാമം മഹത്വപ്പെടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ ധന്യമായ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ഇന്ന് ഈ ആഴ്ചവട്ടത്തിന്റെ 1-ാമത്തെ ദിവസം ആരാധനയ്ക്കായി സംബന്ധിക്കുന്ന എല്ലാ ജീവിതങ്ങൾക്കും വേഗം വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ ധന്യമായ നാമത്തിൽ സ്നേഹാന്തരത്തെ അറിയിക്കുകയാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു ആരാധന എന്ന് പറയുന്നത് ദൈവത്തിന് മുമ്പാകെ എത്രയും വിലപ്പെട്ടതെന്ന് പല നിലകളിൽ നാം ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ആരാധന കൊണ്ട് സാധിക്കുന്ന കാര്യം എന്താണ് എന്നുള്ള ചോദ്യത്തിന് ദൈവത്തിന് ഇതുകൊണ്ട് എന്ത് പ്രയോജനം, മനുഷ്യന് ഇതുകൊണ്ട് എന്ത് പ്രയോജനം എന്നീ രണ്ടു വശങ്ങളും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. മനുഷ്യനുള്ള പ്രയോജനം നമ്മൾ പഠിച്ചിട്ടുള്ളതുപോലെ ദൈവം പ്രസാദിക്കുന്ന ഒരു ആരാധനയാണെങ്കിൽ ഈ ആരാധനയിൽ കൂടി നമ്മുടെ പ്രാണൻ സംസാരിക്കാൻ തുടങ്ങും. മനുഷ്യന്റെ പ്രാണൻ സംസാരിക്കുമോ? മനുഷ്യന്റെ പ്രാണന് സംസാരിക്കാനുള്ള കെൽപ്പില്ല. കാരണം അത് മരിച്ചതാണ്. ജഡമനുഷ്യന്റെ മരണം പോലെയല്ല ആത്മമനുഷ്യന്റെ മരണം. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന പോലെ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ ആത്മീയ മരണം എന്ന് പറയുന്നത് പാപത്താലുള്ള മരണമാണ്. ഇത് പരിഹാരം ഉണ്ടാക്കാതെ ഒരു ദേഹി ജീവിക്കില്ല. അപ്പോൾ എപ്പോഴാണ് ഈ മരിച്ചുപോയ ദേഹി ജീവിച്ചതെന്ന് ചോദിച്ചാൽ കർത്താവിന്റെ ക്രൂശീകരണത്തോടു കൂടിയാണ്, കർത്താവിന്റെ പ്രത്യക്ഷതയിലാണ്. കർത്താവ് ഈ ലോകത്തിലേക്ക് ദേഹികളെ അല്ലെങ്കിൽ പ്രാണങ്ങളെ ജീവിപ്പിക്കാനാണ് വന്നത്. പഴയ നിയമത്തിലുള്ളവരെല്ലാവരെയും നീതീകരിക്കപ്പെട്ടുവെങ്കിലും അവര് പ്രത്യാശ നിവർത്തി പ്രാപിക്കാതെ അവർ പാതാളത്തിലായിരുന്നു എന്ന് നമ്മൾ പഠിക്കുന്നു. ഇവിടെ നിന്ന് നമ്മൾ പഠിക്കുന്നത് മനുഷ്യന്റെ പ്രാണൻ സംസാരിക്കാൻ തുടങ്ങുന്നു. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും പ്രാണങ്ങൾ മൗനമായിരിക്കുമ്പോൾ ആരാധനയിൽ കൂടി ദൈവം പ്രസാദിച്ച മനുഷ്യരുടെ പ്രാണങ്ങൾ സംസാരിക്കാൻ തുടങ്ങുന്നു. അതുപോലെ തന്നെ അവർക്ക് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ള പ്രത്യാശ കാണാനും കഴിയും. അങ്ങനെ പല വിധത്തിലുള്ള അനുഗ്രഹങ്ങളാണ് ഒരു ആരാധനയിൽ കൂടി മനുഷ്യന് ലഭിക്കുന്നത്. എന്നാൽ ഇതിന് ദൈവത്തിന് എന്ത് പ്രയോജനം? അതിന് പകരം പറയുന്നത് ഒരു ആരാധനയിൽ പ്രസാദിച്ചതോടുകൂടിയാണ് ഈ സകല ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് മോറിയ മല തനിക്ക് വേണ്ടി വേർതിരിഞ്ഞത്. അവിടെയാണ് ദൈവം തന്റെ ആലയം പണിതത്. അന്യന്റെ ഭൂമിയിൽ അന്യന്റെ കീഴിൽ കിടക്കുന്ന ഒരു സ്ഥലത്ത് ദൈവം അവകാശത്തിൽ ആലയം പണിയില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ മുമ്പാകെ സാക്ഷ്യം
ആരാധനയ്ക്ക് സാക്ഷ്യം പ്രാപിച്ച ഒരുവൻ മുഖാന്തരം ആ സ്ഥലം കർത്താവിന് വേണ്ടി വേർതിരിഞ്ഞു. അവിടെയാണ് യെരൂശലേം ദേവാലയം പണിതത്. അതേപോലെ തന്നെ ഇന്നും ഈ സകല ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുമ്പോൾ യേശുക്രിസ്തു ലോകത്തെ ജയിച്ചവനായി കടന്നുപോയി. ഇനി ഈ ലോകത്തെ വിവിധ ഇടങ്ങളിൽ, വിവിധ ദേശങ്ങളിൽ, വിവിധ രാജ്യങ്ങളിൽ വാഴുന്ന ദുർശക്തികൾ, അവരിൽ നിന്ന് ഇത് തിരിച്ചു പിടിക്കാൻ, ദൈവത്തിൻ്റെതാക്കി തീർക്കാൻ, ദേശം കർത്താവിന് വേണ്ടി നേടുവാൻ കർത്താവ് നിശ്ചയിച്ചതാണ് ഇന്ന് ലോകത്തിൽ കാണുന്ന സഭകൾ. അതാണ് സഭയുടെ പ്രാധാന്യം. മുമ്പൊക്കെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ആകെ 10-15 പേരുണ്ട്. ഇതും നോക്കി ജീവിതം ഇവിടെ വെച്ച് അവസാനിച്ചു പോകാനാണോ? പുറത്തിറങ്ങി എത്രയോ പേരോട് സുവിശേഷം അറിയിച്ച് എത്രയോ പേർക്ക് ഇത് പറഞ്ഞു കൊടുക്കാം ഈ സഭയെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് എന്ത് നേട്ടം എന്നൊക്കെ ആദ്യം ചിന്തിച്ചതാണ്. പക്ഷേ ലോകം മുഴുവനും ഞാൻ സുവിശേഷം അറിയിച്ച് നടന്നിട്ടും കർത്താവിന് വേണ്ടി ഒരു ദേശം നേടാൻ ഞാൻ പ്രവർത്തിച്ചില്ല എങ്കിൽ എനിക്കെന്ത് പറയാം? അതിനു വേണ്ടിയിട്ടാണ് കർത്താവ് എന്റെ സഭയിൽ എന്നെ ആക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ സഭയിൽ നിന്ന്, ആ സഭയുടെ ഭാഗമായിട്ട് നിന്ന് ആ ദേശത്ത് കർത്താവ് അധികാരപ്പെടുത്തി, ദേശാധികാരത്തോട് എതിർത്ത് ദൈവത്തിന്റെ വചനപ്രകാരം ഒരാരാധനയുണ്ട്. ആ ആരാധനയോടുകൂടി എന്നെ ഏൽപ്പിച്ച ദേശം വേർതിരിയും, ദൈവത്തിന് വേണ്ടി വേർതിരിയും. അവിടെയാണ് എനിക്ക് യഥാർത്ഥത്തിലുള്ള അവകാശം ഉറച്ചു കിട്ടുന്നു. ധൈര്യമായിട്ട് പറയാം, അബ്രഹാം ദൈവത്തിന് വേണ്ടി, ദൈവത്തിന്റെ ആലയത്തിന് വേണ്ടി യെരൂശലേം സ്ഥലം, മോറിയ മല ദൈവത്തിന് വേണ്ടി നേടിക്കൊടുത്തെങ്കിൽ ഞാൻ എന്ത് നേടിയെന്ന് ചോദിച്ചാൽ, എന്നെ കർത്താവാക്കി വെച്ചിരിക്കുന്ന ദേശത്ത് അബ്രഹാമിനെ പോലെ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്നും ഭയപ്പെടുന്നുവെന്നും വിശ്വസിക്കുന്നുവെന്നും ഞാൻ സ്നേഹിക്കുന്നുവെന്നും ഞാൻ തെളിയിച്ച്, ഞാൻ ആയിരിക്കുന്ന ദേശം കർത്താവിന് വേണ്ടി വേർതിരിഞ്ഞാൽ എനിക്ക് ഭാരിച്ച ഉത്തരവാദിത്വങ്ങളൊന്നും ഇല്ല. അത് മതി. മറിയെ പോലെ അവൾ തന്നാലാവുന്നത് ചെയ്തു. അവളെ കൊണ്ട് അതേ സാധിക്കൂ. അവളുടെ സാഹചര്യത്തിനനുസരിച്ച് അത് ചെയ്തു. നമ്മൾ വിവിധമായിട്ടുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവരാണ്. കുടുംബജീവിതം നയിക്കുന്നവരാണ്, പഠിക്കുന്നവരാണ്, കുഞ്ഞുങ്ങളാണ്. വിവിധ തരത്തിലുള്ള ജീവിതം നയിക്കുന്നവരാണ് നാം എല്ലാവരും. ഇതെങ്ങനെ എന്നെക്കൊണ്ട് സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഏതും മനുഷ്യനും, കാരാഗ്രഹത്തിൽ കിടക്കുന്നവനും ഒരു ശുശ്രൂഷയുണ്ട്. കാരാഗ്രഹത്തിൽ കിടക്കുന്നവനും ഒരു ആരാധനയുണ്ട്. അത് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് അതൊന്നും ഒരു ഒഴികഴിവല്ല. ഞാൻ ആയിരിക്കുന്ന സാഹചര്യം മോശമെന്ന് പറയണ്ട. ഏതവസ്ഥയിലും പ്രവർത്തിപ്പാൻ കഴിവുള്ള ദൈവം ഹൃദയത്തെ നോക്കുന്നവനായി നമ്മോടൊപ്പം ഉണ്ട്. അതുകൊണ്ട് നാം ഓർത്തുകൊള്ളുക, എന്റെ ദൈവമേ, ഈ ജീവിതം അവസാനിക്കുന്നതിന് മുമ്പ് ഒരു ദേശം, പുസ്തകത്തിൽ പറയുന്ന പോലെ ഒരു വയലിന്മേൽ ദൃഷ്ടി വെച്ച് അത് മേടിക്കുന്നു. ഒരു ദേശം കർത്താവ് എനിക്ക് തന്ന ശുശ്രൂഷയാലും അധ്വാനത്താലും ചെറിയ സാഹചര്യമാണ്. ആ ചെറിയ സാഹചര്യത്തിലും ഞാൻ ആയിരിക്കുന്ന ദേശമെങ്കിലും ദൈവമേ, ഞങ്ങൾ കൂട്ടു സഹോദരങ്ങളോട് കൂടി കൈവശമാക്കാൻ എനിക്ക് അവസരം തരണം. അത് മതി. അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലുതായിരിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
നമ്മളിന്ന് വായിച്ച സങ്കീർത്തനം 90-ാം സങ്കീർത്തനം. 90-ാം സങ്കീർത്തനം ഏതായിരുന്നാലും ഒരു മനുഷ്യ ജീവിതത്തിൽ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വായിച്ചു കേൾക്കുന്ന സങ്കീർത്തനത്തിൽ ഒരെണ്ണം. കാരണം മരണ ശുശ്രൂഷയ്ക്ക് 90-ാം സങ്കീർത്തനം വായിക്കാതിരിക്കുകയില്ല. ഈ 90-ാം സങ്കീർത്തനത്തിൽ അനവധി കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ഒരു മനുഷ്യന്റെ ജീവിതം അവസാനിക്കുമ്പോൾ കർത്താവ് പറയുന്നു, മനുഷ്യപുത്രന്മാരെ മടങ്ങി വരുവീൻ. മടങ്ങി വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനു മുമ്പ് അയക്കപ്പെട്ടു വന്നതാണ്. നമ്മൾ യാത്ര ചെയ്ത് പ്രവാസികളായിട്ട് ഇവിടെ വന്ന് താമസിക്കുന്നതാണ്. ഇവിടെ നിന്ന് മടങ്ങി വരാനായിട്ട്. മരണസമയത്ത് അത് നമ്മുടെ പ്രാണനോട് പറയുമെന്ന്. പക്ഷെ നമ്മളാരും കേൾക്കാറില്ല. ദൈവത്തിന്റെ വചനം പറയുന്നത്, ദൈവം തനിക്കുള്ളവരോട് സംസാരിക്കുന്നത് എപ്പോ മുതലാ? യെശയ്യാപ്രവചനം 49-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, ഗർഭം മുതൽ അവൻ എന്നോട് സംസാരിച്ചു. ഗർഭത്തിൽ, അമ്മയുടെ ഗർഭം മുതലേ സംസാരിക്കുന്നതാണ്. ഗർഭത്തിന് എന്ത് അറിവുണ്ട് എന്ന് ചിന്തിക്കും. അങ്ങനെയല്ല, പ്രാണന് അറിവുണ്ട്. അത് ഈ ലോകത്ത് വന്ന് ബുദ്ധിമനുഷ്യൻ വളർന്നിട്ടില്ലെന്നേ ഉള്ളൂ. പ്രാണന് അറിവുണ്ട്. മറിയ എലിസബത്തിനെ വന്ദിച്ചപ്പോ എലിസബത്തിന്റെ ഉള്ളിൽ ഗർഭത്തിൽ കിടന്ന കുഞ്ഞ് സന്തോഷം കൊണ്ട് തുള്ളി. അപ്പോ ഈ ലോകത്തിൽ ജനിക്കുന്നതിന് മുമ്പേ, ഈ വളർച്ചയിലൊക്കെ ആകുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ ഉള്ളിലുള്ള പ്രാണനും ദൈവമായിട്ടൊരു ബന്ധമുണ്ട്. ദൈവത്തിന്റെ വചനമായിട്ടൊരു ബന്ധമുണ്ട്. അമ്മയുടെ ഗർഭം മുതൽ നമ്മെ വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ അറിയുന്നുണ്ടോ? നമ്മൾ അറിയുന്നില്ല. ഇങ്ങനെ വിളിച്ച് കാര്യങ്ങളുണ്ട്. ജനിച്ചതിന് ശേഷം നമ്മുടെ പ്രാണനോട് കർത്താവ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ വിശ്വാസത്തിലേക്ക് വന്നത് അപ്പോഴാണ് അതിനെക്കുറിച്ചൊക്കെ അറിയുന്നത്. ചെറുപ്പം മുതലേ പല സന്ദർഭങ്ങളിലും അതിശയകരമായിട്ടുള്ള പല സംഭവങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ പ്രാണനോട് സംസാരിക്കുന്ന വിഷയം. ഇന്നും അതൊക്കെ ഒരു വലിയ എത്ര സംശയം തീർത്താലും ഇതെങ്ങനെയാന്നുള്ള 100 കാര്യങ്ങൾ ഞാൻ കർത്താവിനോട് ചോദിക്കാറുണ്ട്. ഇന്ന് നമ്മുടെ പ്രാണനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ സംസാരമാണ് ഒരു ദിവസം പറയുന്നത്, മതി ഇങ്ങ് പോര്, മടങ്ങി വരിക എന്ന് പറയുന്നത്. ആ സമയത്ത് അങ്ങ് മടങ്ങി പോവുകയും ചെയ്യും. അതാ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, മൂഢാ, നീ ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് മുഴുവൻ സമ്പാദിച്ചു വയ്ക്കുന്നത്? ഇന്ന് നിന്റെ പ്രാണനെ എന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? നീ ഇങ്ങ് പോരാൻ പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. നമ്മുടെ ഇവിടുത്തെ ഡ്യൂട്ടി തീർന്നു. ഇനി ബാക്കിയില്ല. ഇവിടെ നമുക്ക് യാതൊരു ശേഷിപ്പും ഇല്ല. ഇവിടുത്തെ കാര്യങ്ങളുടെ ഓഹരി തീർന്ന് കർത്താവിന്റെ അടുക്കിലേക്ക് പോയാൽ മതി. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, ആ വിളിക്കുമ്പോൾ, പ്രാണനോട് പറയുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളോട് സാരെഫാത്തിലെ ബെഥബയുടെ അടുക്കിലേക്ക് ദൈവം ഏലിയാവിനെ അയച്ചു. ഏലിയാവിനെ അയച്ചപ്പോ ഏലിയാവിനോട് കർത്താവ് പറഞ്ഞ വാക്കിതാണ്, നീ സാരെഫാത്തിലെ ബെഥബയുടെ അടുക്കിലേക്ക് ചെല്ലുക, ഞാൻ അവളോട് കൽപ്പിച്ചിട്ടുണ്ട്. അടുത്ത ദിവസം വിധവയുടെ അടുക്കൽ ചെന്ന് വിധവ വിറക് പെറുക്കിക്കൊണ്ടിരിക്കുക. വിധവയോട് എനിക്കെത്തി അല്പം വെള്ളം വേണമെന്ന് ഏലിയാവ് പറഞ്ഞു. തരാം. എടുക്കാൻ പോകുമ്പോ പറഞ്ഞ് ഒരടയും കൂടി ഉണ്ടാക്കിക്കൊണ്ട് പോന്നു. അപ്പൊ വിധവ പറഞ്ഞു, അയ്യോ, ആകെ ഒരു പിടി മാവും ഒരല്പം എണ്ണയേ ഉള്ളൂ. ഞാനൊരു
അടയുണ്ടാക്കി ഞാനും മോനും കൂടെ തിന്ന് മരിക്കാനിരിക്കുക. അപ്പൊ ദൈവം കൽപ്പിച്ചത് എവിടെയാ? അറിയുന്നില്ല, അറിയുന്നില്ല. നമ്മുടെ പ്രാണനോട് കൽപ്പിച്ചതും നമ്മുടെ പ്രാണൻ എന്ത് സംസാരിച്ചെന്നും നമുക്കറിയില്ല. അതാ ഈ പുറമേയുള്ള ഒരു അഭിനയവും ഈ കാര്യത്തിൽ നടക്കില്ല. അതുകൊണ്ടാ കർത്താവ് രാത്രി ഗാഠനിദ്രയിൽ സന്ദർശിക്കണം. പകല് ശലോമോനോട് ചെന്ന് ചോദിക്കാം, ശലോമോനെ നിനക്ക് എന്ത് വരം വേണമെങ്കിലും ചോദിച്ചോ, തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശലോമോൻ ഈ ലോകത്തിൽ ഒരു പക്ഷേ ലോകത്തിലുള്ള ധനങ്ങളും പ്രതാപങ്ങളും എല്ലാം ഒരുപാട് ചോദിച്ചെന്നിരിക്കും. വേണ്ട, ബുദ്ധിമനുഷ്യരോട് ചോദിച്ചില്ല, നിദ്രയിൽ സ്വപ്നത്തിൽ വന്ന് ചോദിച്ചു, ശലോമോനെ നിനക്ക് എന്താ വേണ്ടേ? നിന്റെ ഇത്രയും ഈ പുരുഷാരത്തെ ഈ മനുഷ്യരെ മുഴുവനും നീ ന്യായം പാലിക്കണമെങ്കിൽ ജ്ഞാനമില്ലാതെ നടക്കില്ല. അത് മതി, അതെനിക്ക് തരണം. ദൈവത്തെ പ്രസാദമായി. അപ്പൊ ആ സംസാരം എന്ന് പറയുന്നത് പുറമേയുള്ള സംസാരമല്ല, അത് വേറെയാ, അത് വേറെയാ. ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വിധവയുടെ പ്രാണനോട് കർത്താവ് പറഞ്ഞു, നീ ഏലിയാവ് വരും, ഏലിയാവ് വരുമ്പോ നീ പോയി കൊടുക്കണം, നീ അവന് വേണ്ട ഭക്ഷണം കൊടുക്കണം എന്ന് കർത്താവ് കൽപ്പിച്ചപ്പോ ഈ വിധവയുടെ പ്രാണൻ സമ്മതിച്ചിട്ടുണ്ട്. വിധവയുടെ പ്രാണൻ ശരി സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ ബുദ്ധി മനുഷ്യരിലേക്ക് അത് അറിയുന്നതിനോ അവിടെയാണ് ഒരു ചെറിയ ഗ്യാപ്പിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇത് ഏറ്റവും ക്രിസ്തീയ വിശ്വാസികൾക്ക് ഏറ്റവും പരിജ്ഞാനമാണ്. കാരണം 2 മക്കളുള്ള ഒരപ്പൻ ഒരുവനോട് പറഞ്ഞു, "ഡാ നീ പോയി മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യ്." അവൻ പറഞ്ഞു, "എനിക്കിപ്പോ സൗകര്യമില്ലെന്ന്, എനിക്ക് മനസ്സില്ലെന്ന്." അവൻ പോയി. രണ്ടാമത്തവനോട് പറഞ്ഞു, "എടാ നീ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യാൻ പറഞ്ഞു." "ഞാൻ പോവാന്ന്, ഞാൻ പൊക്കോളാം." സമ്മതിച്ചു പോയവൻ ചെയ്തില്ല. അവൻ അവന്റെ വഴിക്ക് പോയി. അവൻ ചെയ്തതുമില്ല. പക്ഷെ എനിക്ക് മനസ്സിലെന്ന് പറഞ്ഞവൻ ചെന്നപ്പോ അനുതപിച്ചു. അനുതപിച്ച് അത് ചെയ്തു. എങ്ങനെ നടന്നത്? ദൈവത്തിനറിയാം ചെയ്യുന്നവനെ. കാരണം അവന്റെ പ്രാണനുമായിട്ട് ദൈവം ഇടപെട് ചെയ്തപ്പോൾ. പ്രാണനുമായിട്ട് ദൈവം സംസാരിച്ചിട്ടുണ്ട്. അവൻ അവന്റെ പ്രാണൻ സമ്മതിച്ചിട്ടുണ്ട്. അപ്പൊ പുറമേയുള്ള ബുദ്ധി മനുഷ്യൻ പറ്റില്ല എന്ന് പറഞ്ഞങ്ങ് പോയെങ്കിലും ക്രമേണ 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 അവന്റെ ഉള്ളിൽ നിന്ന് ഇതിങ്ങനെ അങ്ങനെയല്ല റീസണിങ് തുടങ്ങി. അനുതപിച്ചായി അപ്പനോട് അങ്ങനെ പറഞ്ഞ് ശരിയായില്ല. അപ്പം പറഞ്ഞ് ചെയ്യണം. അങ്ങനെ അവസാനം അത് പോയി ചെയ്തു. ഇതാണ് ഇതാണ് ദൈവം മുൻകണ്ടിട്ടുള്ളതിന്റെ പ്രത്യേകത. ഇതാണ് ഒരു പ്രാണനും ദൈവമായിട്ടുള്ള ബന്ധം. ആ പ്രാണൻ അത് സമ്മതിച്ചിട്ടുണ്ട്. ഇതാണ് രഹസ്യ സന്ദർശനം എന്ന് പറയുന്നത്. ശൗല് രാജസ്ഥാനിൽ നിന്ന് പോയപ്പോഴേ തന്നെ അവനെ ആ സ്ഥാനത്തേക്ക് ഒരാളെ നോക്കാൻ വേണ്ടിയിട്ട് ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. എല്ലാവരുടെയും അടുത്ത് പോയി. ഇസ്രായേലില് എത്ര കോടി ജനമുണ്ടോ അത്രയും മനുഷ്യന്റെ പ്രാണന്റെ അടുത്ത് നിന്ന് കർത്താവ് ചെന്നു. അതിനും വായിക്കുമ്പോൾ അറിയാം. ഒരാളുടെ പുറത്ത് പോലും കർത്താവ് അനീതി ചെയ്യുന്നവനല്ല. എല്ലാവരുടെ അടുത്ത് പോയി. എന്നാ നിനക്ക് രാജാവാകാൻ പറ്റുമെന്നല്ല, നിനക്ക് രാജാവാകാൻ പറ്റുമെന്നുള്ളതല്ല, ദൈവേഷ്ടം ചെയ്യാൻ പറ്റുമെന്നോ? രാജാവാകാൻ പറ്റുമെന്ന് ചോദിച്ചെങ്കിൽ അവിടെ 1000 പേരുണ്ടായിരുന്നു. അവിടെ ചെന്ന് നിന്റെ ഇഷ്ടമല്ല ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യണം, പറ്റുമോ? ഈ വാദം വന്നപ്പോഴേക്കും എല്ലാവരും മാറി. ദാവീദിന്റെ പ്രാണൻ സമ്മതിച്ചു. ദൈവത്തിന്റെ ഹിതം എന്തോ അത് ചെയ്യാൻ സമ്മതമായി. അടുത്ത ദിവസം അഭിഷേകം ചെയ്യാനായിട്ട് വരുക. മിടുക്കനായിട്ട് വരുവൻ. മുഖവും പൊക്കവും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അവനെ രാജാവെന്നല്ലാതെ തന്നെ പറയും.
അവൻ വരുന്നു അഭിഷേകം ചെയ്യാനായിട്ട്. ശമൂവേലിനും ഇഷ്ടപ്പെട്ടു പോയി. നല്ല യോഗ്യനായ ഒരുവൻ. അഭിഷേകം ചെയ്യണം ഇങ്ങനെയൊക്കെയുള്ളത് വേണം. തൈലക്കൊമ്പെടുത്തപ്പോഴത്തേക്കും ദൈവം തടുത്തു. ഞാൻ അവന്റെ മുഖമോ പൊക്കമോ നീ നോക്കരുത്. ഞാനവനെ തള്ളിയിരിക്കുന്നു. അയ്യോ! അതെന്തിനാ? അതെന്തിനാ അവനെ തള്ളിയെ? എപ്പോഴാ തള്ളിയെ? മുമ്പേ തള്ളി. പ്രാണനോട് ഇടപെട്ടതാ. പ്രാണനോട് ഇടപെട്ടതാ തള്ളി. അവൻ മാറി. ഇനി ആരാ അടുത്തതാവുന്ന? അമ്മ വന്നു. ഇല്ല. അവസാനം ഇനി ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇനി ഒരുവനുണ്ട്. അവൻ ആടുകളെ മേയ്ക്കുക. അയ്യോ! അവനെ ഇവിടെ വരുത്തണം. വരുത്തിയിട്ടല്ലാതെ ഇരിക്കാൻ പറ്റില്ല. അവൻ വരുന്നത് കണ്ടപ്പോഴേ പറഞ്ഞായിരുന്നു. വരുന്നത് കണ്ടപ്പോഴേ തന്നെ ദൈവാത്മാവ് പറഞ്ഞു ശമൂവേലിനോട്, ഇവൻ തന്നെ. ഇവനെ എവിടെ വെച്ചറിയും? എവിടെ വെച്ചറിയും? എവിടെ വെച്ചറിയണം? തള്ളയാടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോ അവന്റെ പ്രാണനുമായിട്ട് കർത്താവ് ഇടപെട്ടതാ. കർത്താവിന്റെ വേല ചെയ്യാൻ കൊള്ളാമെന്ന്. നദനേരി ചോദിച്ച പോലെ അയ്യോ എന്നെ എവിടെ വെച്ചറിയും? ഇതാ സാക്ഷാൽ ഇസ്രായേൽ ലെവലിൽ കപടമില്ലാന്ന്. ഞാൻ ഇതൊക്കെ പറയാനായിട്ട് എന്നെ എവിടെ വെച്ചറിയും? നീ ഇവിടെ വരുന്നതിന് മുമ്പ്, നിന്നെ വിളിക്കാൻ വരുന്നതിന് മുമ്പ് അത്തിയുടെ കീഴിൽ നീ ഇരുന്ന് ഓർമ്മയുണ്ടോ? അവിടെ വെച്ച് ഞാൻ നിന്നെ കണ്ടു. നീ അറിഞ്ഞില്ല. പക്ഷെ നിന്റെ പ്രാണനറിയാം. അതൊരു വലിയ ദൈവിക പ്രവർത്തനമാണ്. എല്ലാ മനുഷ്യരുടെ ഹൃദയത്തോടും എല്ലാ മനുഷ്യരുടെ പ്രാണങ്ങളോടും കർത്താവ് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പ്രവൃത്തി എന്താണ്? ഈ പറഞ്ഞാൽ ചെയ്യുമോ? അതുകൊണ്ടായി പറഞ്ഞത് ഈ പുറമേ ഉള്ളത് ഒരു കാര്യത്തിലും നമ്മൾ വിശ്വസിക്കേണ്ട. ഒരു കാര്യം നമ്മൾ എത്ര മിടുക്കന്മാരാണെന്നോ ഞാൻ ഇന്നത് ചെയ്തേക്കാമെന്നോ ഒന്നും പറയണ്ട. പ്രാണനെ അറിയുന്നവൻ അവൻ കൽപ്പിക്കുന്നത് ചെയ്യുമോ ഇല്ലയോ എന്ന് അവനറിയാം. പിന്നെ പുറമെ പെട്ടെന്ന് പറ്റില്ലാന്നോ ഇതൊന്നും പറഞ്ഞു വെച്ചതും അതൊന്നും കാര്യമൊന്നുമില്ല. ഒടുവില് പ്രാണൻ നിലവേക്കാരോട് എന്ന് സുവിശേഷം പറ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നശിച്ചു പോകുമെന്ന് പറ. യോന പോയി. യോന എങ്ങോട്ടാ പോയെന്നറിയോ? കർത്താവിന്റെ സന്നിധി വിട്ട് വേറെ വഴിക്ക് പോയി. എവിടെ? അവരോട് പറഞ്ഞിട്ട് കർത്താവ് വിളിച്ച വഴിക്ക് കൊണ്ടുവന്നു. സമുദ്രത്തിൽ പെരുങ്കാറ്റടിപ്പിച്ച് കപ്പൽ മുങ്ങുവാറായി. കപ്പലിൽ നിന്ന് യോനയെ എടുത്ത് കടലിലേക്ക് ഇട്ടു. മത്സ്യം വിഴുങ്ങി കൊണ്ടുപോയി നിലവിൽ ചെന്ന് പ്രസംഗിക്കുക. 40 ദിവസമുള്ളൂ കേട്ടോ. ഇനി 40 ദിവസമേ ഉള്ളൂ. നിലവെ നിർമൂലമാണ്. ഈ വാക്ക് കേട്ടപ്പോ ചെറിയവരും വലിയവരും എല്ലാം ഒരുപോലെ കേട്ട് ദൈവത്തെ ഭയപ്പെട്ട് രട്ടിൽ വെല്ലുന്നു. ഈശ്വരാ, ഇതെങ്ങനെ സാധിച്ചു? അതാ ദൈവം പറഞ്ഞത് ഉറപ്പായിട്ട് നീ ചെന്ന് പറ. കാരണം അതിനു മുമ്പേ ആ മനുഷ്യരുടെ പ്രാണങ്ങളോട് ദൈവം സംസാരിച്ചിട്ടുണ്ട്. അവര് മാനസാന്തരത്തിന് തയ്യാറാ. അതുകൊണ്ടാണ് ഇന്ന് ദൈവത്തിന്റെ മുമ്പാകെ നമ്മൾ പുറമേ ഉള്ള കാഴ്ചപ്രകാരം അല്ല വിധിക്കേണ്ടത്. പുറമേ ഉള്ള കേൾവിപ്രകാരമല്ല വിധിക്കേണ്ടത്. ദൈവം നമ്മുടെ പ്രാണനോട് തന്നെ എന്ത് സംസാരിച്ചിരിക്കുന്നു? ദൈവം നമ്മളൊരു പ്രവൃത്തി ചെയ്യാൻ എങ്ങനെ ചിന്തിച്ചിരിക്കുന്നു? നമുക്കറിയില്ല. എല്ലാം അറിയുന്ന ദൈവം നമുക്ക് ഒത്തിരിയെ പ്രാർത്ഥിക്കാൻ കഴിയുള്ളൂ. കർത്താവേ, നിന്റെ ഇഷ്ടപ്രകാരം എന്റെ ഇഷ്ടവും അത് തന്നെയായിരിക്കും. അതുകൊണ്ട് പത്രോസിന്റെ ലേഖനം പറയുകയാണ്, എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ള ഒരു നിർബന്ധമായിരിക്കാം. നമ്മൾ പുറമെ കൊണ്ട് പലതും പറയും. പക്ഷേ പ്രാണനും ദൈവവുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് ആര് കണ്ടു? അതിലിടർച്ച വരാതിരിക്കട്ടെ.
അതിലിടർച്ച വരാതിരിക്കട്ടെ. ദൈവവുമായിട്ട് ഒത്തൊരു യാത്ര. നമ്മുടെ പ്രാണനെ വീണ്ടെടുത്ത് സമാധാനത്തിലാക്കി തന്നവൻ നമ്മെ നടത്തുന്ന വഴി ആ ദൈവേഷ്ടത്തിന് നമ്മെ തന്നെ ഏൽപ്പിക്കുമ്പോൾ നിശ്ചയമായിട്ടും ദൈവം തന്നെ ഉദ്ദേശം നിവർത്തിക്കാനായിട്ട് നമ്മൾ കൊണ്ടുപോവുകയും ചെയ്യും. നമ്മളായിട്ട് കയറി തടസ്സം ചെയ്യാതിരുന്നാൽ മതി. അതാണ് യോഹന്നാന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, പ്രിയനെ നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ നീയും സകലത്തിനും ശുഭവും സുഖവുമായിരിക്കും. നീ കിടന്ന് വെപ്രാളം ഉണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കി നിന്നെ ഉണ്ടാക്കാതിരുന്നാൽ മതി. നീയും നിന്റെ ആത്മാവുമായിട്ട് ദൈവം നല്ല ചേർച്ചയില ഒരുമനപ്പെട്ട മുമ്പോട്ട് പോകുന്നത്. നീ കയറി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി നശിക്കാതിരുന്നാൽ മതി. കർത്താവിന് സ്തോത്രം. ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ ജനത്തോട് ദൈവം പറയുകയാണ്, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്ന് അരുളി ചെയ്യുന്നു. അന്ന് ഇതെല്ലാം തീർത്ത് നമ്മൾ പോകേണ്ടതാണ്. എന്നാൽ അതിനു മുമ്പേ തയ്യാറായിരിക്കുന്നവര്, വിളിക്കുമ്പോഴേ തയ്യാറായിരിക്കുന്നവര്, എന്നാൽ അതിന് മനസ്സില്ലാത്തവരധികം. കാരണം ലോകത്തെ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കാത്തവരധികം. എന്നാൽ വചനം പറയുന്നത് ദീർഘായുസ്സോടെ തൃപ്തി വന്നവരായി, തങ്ങളുടെ ശുശ്രൂഷയെ തികച്ചവരായി, പ്രാഗൽഭ്യത്തോടെ ഒരുങ്ങി നിൽക്കുന്നവർക്ക് കർത്താവ് തരുന്ന ശബ്ദമാണ് മനുഷ്യന്മാരെ മടങ്ങി വരുന്നത്. നമുക്ക് നമ്മുടെ പ്രവൃത്തികളെ തീർക്കാം. നാം എന്താണ് ചെയ്യേണ്ടത്? നാം എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്? ഏത് സമയത്തും ഈ ലോകത്തിൽ വലിയൊരു അപകടവും നാശവും വരാൻ ഒരുങ്ങിയിരിക്കുമ്പോൾ അതിൽ നിന്ന് തന്റെ ജനത്തെ രക്ഷിപ്പാൻ കഴിവുള്ളവൻ ഇന്നും സുവിശേഷ മുഖാന്തരവും ദൈവത്തിന്റെ വചന മുഖാന്തരവും ആരാധന മുഖാന്തരവും ലോകത്തോട് അരുളി ചെയ്യുന്നു. ആരാധിച്ച് വിടുതൽ പ്രാപിച്ചു കൊള്ളുക, ആരാധിച്ച് നീതീകരണം പ്രാപിച്ചു കൊള്ളുക, ആരാധിച്ച് നിങ്ങളുടെ പ്രാണനെ നേടുക. മതി. ആ വിലയേറിയ സന്ദർഭമാണ് ആരാധനാ സമയം. നമ്മുടെ പ്രാണനെ നേടാൻ, നമ്മുടെ പ്രത്യാശയെ ഉറപ്പിക്കാൻ. അതുകൊണ്ട് ഇത് ചെറിയ കാര്യമായിട്ടോ നിസ്സാര കാര്യമായിട്ടോ തള്ളിക്കളയാവുന്നു. പൂർണ്ണമായിട്ടും ദൈവഹിതത്തിന് നാം ഏൽപ്പിപ്പാൻ തയ്യാറായിരുന്നു നമ്മുടെ പ്രാണനെ നേടുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാണ്. യേശു എന്നടിസ്ഥാനം ആശയാവ